ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മളിന്ന് മോർണിംഗ് സഫാരിക്കാണുള്ളത്. അപ്പോൾ നമ്മൾ 3 ആളുണ്ട്. ഞാൻ എല്ലാ വീഡിയോസും കാണിച്ചു തരാം. എല്ലാം വരുമ്പോൾ ആ ആനിമലിൻ്റെ പേര് ഞാൻ പറയും. ഓക്കെ, അപ്പം എല്ലാവരും എൻ്റെ ചാനൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. ആദ്യം തന്നെ ഉള്ളത് ഒരു മയിലാണ്. പിന്നെ വരുന്നത് മാനാണ്, കലമാനാണ്. പിന്നെയും മയിലാണ് വരുന്നത്. അത് 2 സൈഡിലും മയിലുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തത്. ശരിക്കും സഫാരിക്ക് പോകുമ്പോൾ ഇങ്ങനെ എടുക്കാൻ പാടില്ല, എന്നാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇത് എടുത്തു. അത് കഴിഞ്ഞിട്ട് മയിലാണ്. മിക്ക സ്ഥലത്തും മയിലും മാനുമാണുള്ളത്. ഒരു മയിൽ പീലി വിടർത്തിയ ഫോട്ടോസും എൻ്റെ കയ്യിലുണ്ട്. ഇത് ചെന്നായ്ക്കളാണ്, എന്ന് വെച്ചാൽ കാട്ടുനായ്ക്കളില്ലേ, അതാണ്. ഇവരെ തന്നെ വേറെ കുറച്ച് ഫോട്ടോസും കൂടിയുണ്ട്. അത് ഞാൻ വഴിയേ കാണിച്ചു തരും. ഇവരൊക്കെ എന്തോ മണം പിടിച്ച് പോകുന്നതാണ് ഗൈസ്. ഇവരെന്തോ ശബ്ദം കേട്ട് ഒറ്റൊരു ഓട്ടോ ഓടി. പിന്നെ അവർ ഈ ഭാഗത്തേ കണ്ടിട്ടില്ല. പിന്നെ വലിയ കൊമ്പുള്ള മാനാണ്. ചില മാനിങ്ങനെ ഫോട്ടോയിൽ പോസ് ചെയ്ത് നിൽക്കുന്ന പോലെയൊക്കെയാണ് നിൽക്കുന്നത്. പിന്നെ കുറേ പക്ഷികളൊക്കെ ഉണ്ടോ. ഇതൊരു ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ഗൈസ്. പിന്നെയും മാനാണ്. ഞാൻ പറഞ്ഞില്ലേ, മൊത്ത സ്ഥലത്ത് മാനാണുള്ളത് മെയിനായിട്ട്. കണ്ടോ, ഇവിടെയും മാനിൻ്റെ കുട്ടികളാണ്. ഇപ്പുറത്തെ സൈഡ് വലിയ മാൻ. ഇത് 2 മാൻ അടികൂടുന്നതാണ് ഗൈസ്. അത് നമ്മൾ പ്രത്യേകതയായിട്ട് കണ്ടതാണ്. ഇങ്ങനെ കൊമ്പ് വെച്ച് ഇങ്ങനെ കൊത്തി കളിക്കുന്നതാണ് ഇവർ. കണ്ടോ, ഇതൊക്കെ കാണാൻ ഭയങ്കര രസമായിരുന്നു. ഇത് വീഡിയോയിലായതുകൊണ്ടാണ് അത്ര ക്ലിയർ അല്ലാത്തത്. നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇത് കൊമ്പ് വെച്ച് കുത്തി കളിക്കുന്നതാണ് ഇവർ. പിന്നെ ഇതൊരു മരംകൊത്തിയാണ്. പിന്നെ ഇതും മരംകൊത്തിയാണ് ഗൈസ്. ഇത് കണ്ടോ, ആ മരത്തിലൊരു ട്രങ്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ട്രങ്കിലൊരു ഹോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കുറേ ഇങ്ങനത്തെ പക്ഷികളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ. പിന്നെ മറ്റേ ഒരു ആൺകുട്ടി, അതെൻ്റെ ഒരു ഫ്രണ്ടാണ്. നമ്മളെല്ലാവരുമാണ് ട്രിപ്പ് പോയത്. മരംകൊത്തി ഇങ്ങനെ കൊത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അത് നമ്മൾ കുറേ നേരം അവിടെ നിന്ന് കണ്ടു. ഇത് കാട്ടുപന്നികളാണ്. കാട്ടുപന്നികൾ, കുഞ്ഞി കാട്ടുപന്നികളാണ്. കണ്ടോ, ഇത് ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ കാട്ടുപന്നികളെ കാണുന്നത്. ഇത് കുഞ്ഞി കാട്ടുപന്നിയാണ് കേട്ടോ. വലിയ കാട്ടുപന്നി ഇതിനെയും കാട്ട് സൈസ് ഉണ്ടാവും. പിന്നെ അതൊരു കിങ്ഫിഷറാണ് പറന്നു പോയത്. ഇത് മൊത്തം മാന്. പിന്നെ ആ കാണുന്ന ആ കൊമ്പിലിരിക്കുന്നത് കണ്ടോ, സൂം ചെയ്തത്, അതൊരു മൂങ്ങയാണ്. പകലായതുകൊണ്ട് കണ്ണു കാണാത്തത് കൊണ്ടാണ് അതിങ്ങനെ അനങ്ങാണ്ടിരിക്കുന്നത്. പിന്നെ അത് മൊത്തം ആമയും കുറേ ബേർഡ്സൊക്കെയാണ്. ആ സൂം ചെയ്ത് കാണിച്ചതാണ് ആമ. ഞാൻ പ്രതീക്ഷിച്ചു പുലീനെയൊക്കെ കാണുമെന്ന്, പക്ഷേ പുലീനെ കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. പക്ഷേ വേറെ ഒന്ന് അതേപോലത്തെ ഒരെണ്ണത്തിനെ കണ്ടിരുന്നു. അതൊക്കെ കാണിച്ചു തരും ഞാൻ.
ഇതെന്താണെന്ന് നിങ്ങൾ ഗസ് ചെയ്യ്. പിന്നെ അടുത്തത് എന്താണെന്ന് നോക്കാം. ഇതാ കാട്ടുപോത്ത് കുറേ കാട്ടുപോത്ത് ഓടിപ്പോന്ന് കുറേ എണ്ണം ഉണ്ട്. അതിൽ ബാക്കിൽ നിൽക്കുന്നത് കുഞ്ഞി കാട്ടുപോത്താണ്. പിന്നെ അത് എന്തോ ഒരു പക്ഷിയാണ്. ഇത് ഈ സൂം ചെയ്ത് കാണിച്ചിരിക്കുന്നത് മലയണ്ണാനാണ്. നിങ്ങൾക്കെല്ലാം കാണുന്നുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതൊരു മയിൽ പീലി വിടർത്തിയിട്ട് ബാക്ക് നോക്കി നിൽക്കുന്നതാണ്. പിന്നെ ഇത് ഒരു കലമാനാണ്. ആകെ ഒറ്റൊരു കലമാനേ നമ്മൾ കണ്ടിട്ടുള്ളൂ. പിന്നെ ഇത് മറ്റേ കാട്ടുനായ്ക്കൾ ഒരു മാനിനെ പിടിച്ച് തിന്നുന്നതാണ്. അവർ കൂട്ടത്തോടെ വന്നിട്ട് ആക്രമിക്കുന്നതാണ്. അതുകൊണ്ട് ആ ഒരു കുഞ്ഞു മാനിനെ അവർ അരമണിക്കൂർ കൊണ്ട് തിന്ന് തീർത്തിരുന്നു. അത് തിന്ന് തീർത്ത് കഴിയുന്നവരെ നമ്മളവിടെ നിന്നു. കണ്ടോ, തീരാറായി. പക്ഷേ എങ്കിൽ മൊത്തം ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ചിലത് മാത്രമേ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളൂ. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ അവസാനം ഒരു സർപ്രൈസും കൂടി ഉണ്ട്, അതും കൂടി കാണിച്ചു തരാം. യെസ് ഗായ്സ്, ദിസ് ഈസ് ദ തിങ്. ഇതൊരു ഒറ്റയാനയാണ് ഗായ്സ്. ഓക്കെ ഗായ്സ്, അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.